നമ്മളിപ്പോൾ മൈക്രോ കൺട്രോളർ തിരഞ്ഞെടുത്തു. പിന്നുകളുടെ ആവശ്യം നോക്കി, വിലക്കുറവ് എല്ലാം നോക്കി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. എന്നാലും മൈക്രോ കൺട്രോളറുകളെ കുറിച്ച് ഒരു ചെറിയ അറിവ് കൂടി ആവശ്യമാണെന്ന് തോന്നുന്നു. നമ്മളെല്ലാം സാധാരണ ഉപയോഗിക്കുന്ന CD, ബ്ലാങ്ക് CD, ഏതാണ്ട് ഈ ഒരു ബ്ലാങ്ക് CDയുടെ അവസ്ഥയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മൈക്രോ കൺട്രോളർ. കാരണം ഇതിനകത്ത് ഒരു ഇൻറ്റേർണൽ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യാതെ ഒരിക്കലും പ്രവർത്തിക്കില്ല. ആ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ കോഡ് എഴുതി ഹെക്സ് ഫോർമാറ്റിൽ പ്രോഗ്രാമർ എന്ന ഉപകരണം ഉപയോഗിച്ച് ICയിലോട്ട് ബേൺ ചെയ്യുന്നത്. അതിനാൽ ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ IC പ്രവർത്തിക്കുകയുള്ളൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. നമ്മളുടെ ആവശ്യാനുസരണം പിന്നുകളെ ഇൻപുട്ടായും ഔട്ട്പുട്ടായും പരിഗണിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മൈക്രോ കൺട്രോളർ ICകളുടെ ഏറ്റവും വലിയ സവിശേഷത. കൂടാതെ ADC റീഡിംഗ്, സെൻസർ റീഡിംഗ്, എന്തു വേണമെങ്കിലും നമുക്ക് മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കാൻ കഴിയും. ഇത്തരത്തിൽ ICയെ പാകപ്പെടുത്തുന്നതിനാണ് കോഡിംഗ് അഥവാ സോഫ്റ്റ്വെയർ എഴുതി നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. CDയിലും നമ്മൾ ഇതുപോലെ തന്നെയല്ലേ ചെയ്യുന്നത്. ബ്ലാങ്ക് CDക്കകത്ത് ഭാഷ എന്നൊന്നില്ല. നിങ്ങൾക്കതിലേക്ക് സിനിമ റൈറ്റ് ചെയ്യാം, പാട്ടുകൾ റൈറ്റ് ചെയ്യാം. ഭാഷ വിഷയമല്ല. ഹിന്ദിയാവാം, തമിഴാവാം, മലയാളമാവാം, എന്തുമാവാം. ഫൈനൽ നിങ്ങൾ അത് പ്ലേ ചെയ്യുന്ന സമയത്ത് ആ CD അതായി മാറിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് റീറൈറ്റബിൾ CD, വീണ്ടും വീണ്ടും എഴുതാവുന്ന CD ആണെങ്കിൽ നമുക്ക് മായ്ച്ച് അല്ലെങ്കിൽ വീണ്ടും റൈറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വീണ്ടും വീണ്ടും മായ്ച്ച് ഇഷ്ടാനുസരണം നമുക്ക് പ്രോഗ്രാം അല്ലെങ്കിൽ പിന്നുകളെ യഥേഷ്ടം കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ICയാണ് മൈക്രോ കൺട്രോളർ. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മളിപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സർക്യൂട്ടിൽ ഏതെല്ലാം കമ്പോണൻറ്റുകളാണ്, ആ കമ്പോണൻറ്റുകളെ ഒന്നൊന്നായി പരിചയപ്പെടാം. ഉപയോഗിക്കാൻ പോകുന്ന കമ്പോണൻറ്റുകൾ: ട്രാൻസിസ്റ്റർ, റിലേ, മൈക്രോ കൺട്രോളർ, റെസിസ്റ്റർ, PCB മുതലായ ബേസിക് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു സ്കീമാറ്റിക് വരച്ച് എങ്ങനെയാണ് ഇതിനെ ഡിസൈൻ ചെയ്യുന്നത് എന്നതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നു, സർക്യൂട്ട് വരച്ചു തുടങ്ങുന്നു. ഈ സർക്യൂട്ടിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിക്കിൻ്റെ 676 എന്ന IC ആണ്. ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് ഈ IC തിരഞ്ഞെടുക്കാൻ കാരണം പഠിച്ചു തുടങ്ങുമ്പോൾ ഏതൊക്കെ IC ഉപയോഗിക്കണം എന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിനനുസരിച്ച് ഈ IC ഈ സർക്യൂട്ടിന് യോജ്യമാണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇതിന് പകരമായി മറ്റേതെങ്കിലും ഒരു IC തിരഞ്ഞെടുത്ത് ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ടായി ഇവിടെ പോസ്റ്റ് ചെയ്ത് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ അവസാന ഭാഗത്ത് പൂർണ്ണമായ സർക്യൂട്ട്, ഹെക്സ് കോഡ് എല്ലാം ഞാൻ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് പ്രോഗ്രാമർ ഉപയോഗിച്ച് സ്വന്തമായി വീട്ടിൽ നിന്ന് പ്രോഗ്രാം ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ പൂർണ്ണതയോടുകൂടിയ ഒരു സ്കീമാറ്റിക്കും അതിൻ്റെ ഹെക്സ് കോഡും പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇപ്പോൾ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായും പഠനത്തിന് വേണ്ടി മാത്രമാണെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. തുടങ്ങാം. ഈ കാണുന്നതാണ് 676 IC. ഇത് LC ഡിസ്പ്ലേ എന്ന് പറയും. LC ഡിസ്പ്ലേ. ഇതിലാണ് നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതി കാണേണ്ടത്. ഈ LC ഡിസ്പ്ലേക്കകത്താണ്. ഇതാണ് LC ഡിസ്പ്ലേ. LC ഡിസ്പ്ലേക്ക് ആവശ്യമായ കണക്ഷനുകൾ ഇവിടെ നിന്ന് കൊടുക്കുന്നു. പിന്നെ കൊടുത്തിരിക്കുന്നത് ഓൺ, ഓഫ് എന്നീ 2 ബട്ടൺ കൊടുക്കാൻ കാരണം യഥാർത്ഥത്തിൽ ഈ ഭാഗം നമ്മൾ കൊടുക്കേണ്ടത് വാട്ടർ ടാങ്കിലാണ്. വാട്ടർ ടാങ്കിലേക്ക് 3 വയറുകൾ, കേബിൾ അവിടെ നിന്ന് അയക്കുന്നു. ഒന്ന് കോമൺ ആയിട്ട് ഇവിടെ ഞാൻ നെഗറ്റീവാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ സർക്യൂട്ടിനനുസരിച്ച് പോസിറ്റീവ് ഉപയോഗിക്കാം. ഇവിടെ നെഗറ്റീവ് വാട്ടർ ടാങ്കിലോട്ട് പോകുന്നു. അവിടെ ഓണിൻ്റെ സ്ഥാനത്ത് ഒരു സ്വിച്ചും ഓഫിൻ്റെ സ്ഥാനത്തും. ഈ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത്, എന്ന് വെച്ചാൽ ഷോർട്ട് ആവുമ്പോൾ, ടാങ്കിൽ നിന്ന് ഷോർട്ട് ആവുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന നെഗറ്റീവ് ഈ സ്വിച്ച് വഴി, ടാങ്കിലുള്ള സ്വിച്ചാണ്, ഇതിവിടെ മനസ്സിലാവാൻ വേണ്ടി എഴുതിയേ ഉള്ളൂ. വെള്ളം ടാങ്കിൽ കാലിയാവുമ്പോൾ ഓൺ ആവാൻ ഇതുവഴി നേരിട്ട് പിൻ നമ്പർ 8, ICയുടെ 8
RC2 എന്ന പിന്നിലേക്ക് വരുന്നു. ഉടൻ തന്നെ നമ്മൾ എഴുതിയ പ്രോഗ്രാമിന് മനസ്സിലാവുന്നു മോട്ടോർ ഓൺ ചെയ്യണം. അതെന്ത് ചെയ്യുന്നു? ഉടൻ പിൻ നമ്പർ 5 ഇത് 5 RC5 നമ്മൾ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക്. ഇതിലേക്ക് ബയാസിങ് 5 വോൾട്ട് കൊടുക്കുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കണം. കൊടുത്താൽ സർക്യൂട്ട് മനസ്സിലാവാൻ വേണ്ടിപ്പെട്ട എമിറ്റർ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നു. കളക്ടറിലേക്ക് ഒരു റിലേ 12 വോൾട്ട് റിലേ കൊടുത്തിരിക്കുന്നു. ഈ റിലേയുടെ ഔട്ടിലാണ് നമ്മൾ 230 വോൾട്ട് കൊടുത്ത് മോട്ടോർ വർക്ക് ചെയ്യാനുള്ള സപ്ലൈ കിട്ടുന്നത്. ന്യൂട്രൽ മോട്ടറിന് നേരിട്ട് കിട്ടും, ഫേസ് നമ്മളെ റിലേ വഴി കിട്ടും. മോട്ടോർ ഓൺ ആവുന്നു. ഇപ്പോൾ മോട്ടോർ പ്രവർത്തിച്ചു തുടങ്ങി. ആ സമയത്ത് ഡിസ്പ്ലേയിൽ മോട്ടോർ ഓൺ എന്ന് എഴുതി വരുന്നു. മോട്ടോർ അപ്പോൾ മനസ്സിലാവും നമുക്ക് മോട്ടോർ ഓൺ ആയി. കുറച്ച് സമയത്തിന് ശേഷം ടാങ്ക് നിറയുന്നു. ഉടൻ തന്നെ ഈ സ്വിച്ച് ഓഫ് എന്ന് എഴുതുന്ന സ്വിച്ച് കോണ്ടാക്ട് സംഭവിക്കുകയും ഇതുവഴി നെഗറ്റീവ് നമ്മുടെ പിൻ നമ്പർ 7 RC3 എന്ന പിന്നിലേക്ക് കിട്ടുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ മനസ്സിലാവുന്നു ടാങ്കിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞു, ഉടൻ ഓഫ് ചെയ്യണം. ഉടൻ തന്നെ ഇതേ പിന്നിലെ 5 വോൾട്ടിൻ്റെ ഔട്ട്പുട്ടിനെ അത് ഡിസ്കണക്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ റിലേ ഓഫ് ആവുന്നു, പമ്പ് പോകണം. ആ സമയത്ത് ഇവിടെ എഴുതി കാണിക്കുന്നു മോട്ടോർ ഓഫ്, ടാങ്ക് ഫുൾ എഴുതി കാണിക്കുന്നു. ഇതാണ് ഇതിൻ്റെ ചെറിയ രീതിയിലുള്ള പ്രവർത്തനം. കൂടാതെ ഇനി ലോ വോൾട്ടേജ് കട്ട് ഓഫ്, ഹൈ വോൾട്ടേജ് എന്നിവയൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ 2 സ്വിച്ചുകൾ കൊടുത്ത് നെഗറ്റീവ് വഴി മറ്റ് 2 പിന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ഇതേ പ്രവൃത്തി ഉടൻ തന്നെ ലോ വോൾട്ടേജ് എന്ന് ഡിസ്പ്ലേയിൽ എഴുതി വരുന്നു, മോട്ടോറിനെ ഓഫ് ചെയ്യുന്നു. ഇപ്രകാരമാണ് ഈ സർക്യൂട്ടിൻ്റെ പ്രവർത്തന രീതി. ശരി, അടുത്ത ഭാഗത്തേക്ക് കിടക്കാം.